സോ ഹായ് എവ്രി വൺ. എനിക്കറിയാം കുറച്ചധികം നാളായല്ലേ ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. ആൻഡ് കുറെ അധികം കുട്ടികൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഒക്കെ അയച്ചിരുന്നു കേട്ടോ. അതായത് എന്ത് പറ്റി ഇപ്പൊ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്ത, എന്താണ് പ്രശ്നം, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഹെൽത്ത് വൈസ് ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ചധികം കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. ആൻഡ് അങ്ങനത്തെ മെസ്സേജസ് ഒക്കെ കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓക്കെ, ഐ ആം മേക്കിംഗ് ആൻ ഇമ്പാക്ട് ഇൻ ദിസ് സൊസൈറ്റി. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയി ആ ഒരു മെസ്സേജസ് ഒക്കെ കാണുമ്പോൾ കേട്ടോ. അത് വേറൊരു കാര്യം. So first of all, thank you to everyone who have reached out to me. എന്നോട് എങ്ങനെയുണ്ട്, ഇപ്പൊ എന്താണ് സംഭവം, എങ്ങനെ പോകുന്നു പഠിത്തമൊക്കെ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ച എല്ലാവരോടും ആദ്യം തന്നെ ഞാൻ വലിയൊരു താങ്ക് യു പറയുന്നു. ആൻഡ് ഞാൻ വിചാരിച്ചു അവർക്കൊക്കെ ഞാൻ പറ്റുന്ന പോലെ ഞാൻ റിപ്ലൈ ചെയ്തിട്ടുമുണ്ട്. അതേപോലെ ഇതിനിടയിൽ കുറെ അധികം നീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ചോദിച്ചിട്ടുള്ള കുട്ടികൾ മെസ്സേജ് അയച്ചിരുന്നു. അവർക്കും ഞാൻ പറ്റുന്ന പോലെയൊക്കെ മെസ്സേജിന് റിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് ഇരുന്ന് നിങ്ങളോടും കൂടെ സംസാരിക്കാം. ലൈക്ക് വാട്ട് ഈസ് ഗോയിങ് ഓൺ ഇൻ മൈ ലൈഫ് റൈറ്റ് നൗ എന്ന് നിങ്ങളെയും കൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ടല്ലോ. സോ ഐ തോട്ട് അബൌട്ട് മേക്കിംഗ് എ വീഡിയോ ഓൺ ദിസ്. So, for anyone who is new to my channel, I am Devati Ramesh, a first year medical student at Government Medical College, Kozhikode. And along with that, I've also completed my BAMS degree from Government Ayurveda College, Tripura. So, basically, I am an Ayurvedic doctor who is now pursuing MBBS in Government Medical College, Kozhikode. ആദ്യം തന്നെ എല്ലാവരുടെയും ക്വസ്റ്റ്യൻ്റെ ഉള്ളൊരു റിപ്ലൈ ഞാൻ ആദ്യം തരാം. വേർ ഹാവ് ഐ ബീൻ അല്ലേ? ലാസ്റ്റ് ഇയർ സെപ്റ്റംബർ 22-നാണ് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ വന്നേ പിന്നെ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, ആസ് പേഴ്സണലി എനിക്ക്. കാരണം പുതിയ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, പുതിയൊരു ഏരിയ, പിന്നെ പുതിയ കോളേജ്, പുതിയ എൻവയൺമെന്റ്, എല്ലാം കൊണ്ടും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ഒരു സംഭവത്തിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ആൻഡ് അതിൻ്റെ അകത്ത് തന്നെ ഒരു ഫസ്റ്റ് 3 മന്ത്സോളം നമുക്ക് സെക്യൂരിറ്റി പീരീഡ് ആയിരുന്നു. അതായത് നമുക്ക് 2 സെക്യൂരിറ്റി ചേച്ചിമാർ ഒക്കെ ഉണ്ടായിരുന്നു. അവരായിരുന്നു നമ്മളെ ഇവിടുന്ന് ഹോസ്റ്റലിൽ നിന്ന് കോളേജിലേക്ക് കൊണ്ടുവരിക, തിരിച്ച് കോളേജിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് തിരിച്ച് കൊണ്ടുവരിക. അങ്ങനത്തെ പരിപാടികളൊക്കെ അവരായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. സോ ലൈക്ക് ഒരു 3 മന്ത്സ് നമുക്ക് കംപ്ലീറ്റ്ലി നമ്മൾ ഹോസ്റ്റൽ ആൻഡ് ദെൻ കോളേജ്, അങ്ങനത്തെ ഒരു റുട്ടീനിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ആൻഡ് അതിന് ശേഷമാണ് നമുക്കൊന്ന് പുറത്തൊക്കെ ഇറങ്ങാനുള്ളൊരു പ്രിവിലേജ് കിട്ടിയത്. അപ്പോൾ ബേസിക്കലി നമ്മളൊരു ഫെബ്രുവരി മുതലാണ് കോഴിക്കോടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങുന്നതൊക്കെ ആ ഒരു ടൈം പീരീഡിലാണ് കേട്ടോ. ആൻഡ് നമ്മുടെ കോളേജിൽ വന്നപ്പോൾ നമുക്ക് അറിയാലോ, ഒബ്വിയസ്ലി ഒരു പുതിയൊരു എൻവയൺമെന്റിൽ പോകുമ്പോൾ യു ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് അല്ലേ, പുതിയ ഫ്രണ്ട്സിനെ കിട്ടുന്നു, പുതിയ അക്കാഡമിക് ഷെഡ്യൂളിലേക്ക് നമ്മൾ മാറുന്നു അല്ലേ. സോ ആദ്യമൊക്കെ ഇനിഷ്യലി ഇറ്റ് വാസ് എന്താ പറയാ, കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു എന്ന് ചോദിച്ചാൽ ആയിരുന്നു, കൈൻഡ് ഓഫ് ആയിരുന്നു, അങ്ങനെ തന്നെ പറയണം. ആൻഡ് ദെൻ പിന്നെ നമ്മളത് പാച്ചപ്പ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. ഈ ഒരു സെക്യൂരിറ്റി പീരീഡിന്റെ ടൈം പീരീഡിൽ നമുക്ക് കുറെ അധികം പരിപാടികളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ലൈക്ക് ആ ഒരു റെസ്ട്രിക്ഷൻസ് കാരണം തന്നെ കുറച്ച് പരിപാടികൾ നമുക്ക് വളരെ കുറവായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ആൻഡ് അതിൻ്റെ ഇടയിൽ നമുക്ക് ഫസ്റ്റ് ഇന്റേണൽസ് ഒക്കെ കഴിഞ്ഞു പോയി. ആൻഡ് ഒരു ഫെബ്രുവരി സ്റ്റാർട്ടിങ്ങിലൊക്കെയാണ് നമുക്ക് സെക്യൂരിറ്റി പീരീഡ് എൻഡ് ചെയ്യുന്നത്. ആൻഡ് അതിനുശേഷം നമ്മൾ കുറച്ചും കൂടെ പുറത്തേക്കൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. ആൻഡ് എല്ലാം കൊണ്ടും നമ്മൾ കുറച്ചും കൂടെ ഈ ഒരു കരിക്കുലം, ഈ ഒരു ഏരിയ ആയിട്ട് കുറച്ചും കൂടെ ഒന്ന് സെറ്റായി വരുന്ന ടൈം പീരീഡ് കൂടിയായിരുന്നു ഇത്. അപ്പൊ നിയർലി ഈ ഒരു 10 മാസത്തിന്റെ ഇടയിൽ നമുക്ക് ബേസിക്കലി 3 ഇന്റേണൽസ് നടന്നിട്ടുണ്ട്. ഇന്റേണൽസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 2 ഇന്റേണൽസ് നമുക്ക് ഒരു ഇന്റേണൽ നമ്മുടെ സെക്യൂരിറ്റി പീരീഡ് ടൈമിൽ കഴിഞ്ഞുപോയി. രണ്ടാമത്തെ ഇന്റേണൽ ഏകദേശം ഏപ്രിൽ ടൈമിൽ അതും കഴിഞ്ഞുപോയി. ആൻഡ് മൂന്നാമത്തെ ഇന്റേണൽ ആയിരുന്നു നമ്മുടെ മോഡൽ. സോ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ മോഡൽ എക്സാം ആയിരുന്നു ഈ കഴിഞ്ഞ ഒരു ലാസ്റ്റ് 1.5 മന്ത് ആയിട്ട്. വാട്ട് ഐ ലൈക്ക് ടു കൺവേ ഇസ്, ഇപ്പൊ നമ്മൾ റീസെന്റ് കുറെ അധികം ന്യൂസുകളൊക്കെ കാണാറുണ്ട് അല്ലെ. അതായത് മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ഒക്കെ ഒന്നെങ്കിൽ സൂയിസൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് ആ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റാണ്ട് ദേ ഡ്രോപ്പ് ഓഫ്, അങ്ങനെ പല 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 ന്യൂസുകൾ നമ്മൾ കാണാറുണ്ട്. ആൻഡ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ വിഷമിപ്പിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ കമന്റ് ബോക്സ് സെക്ഷൻ ആണ്. കാര്യം അറിയുന്നതിന് മുന്നേ ആ കുട്ടി ചിലപ്പോ എന്താ പറയാ, ഏതെങ്കിലും എഫെയറിൽ ആയിരിക്കും, അല്ലെങ്കിൽ എന്താ പറയാ, അങ്ങനെ ആ വേറൊരു രീതിയിലാണ് ആൾക്കാർ അതിനെ ഫ്രെയിം ചെയ്ത് എടുക്കുക. അപ്പൊ നമുക്കത് കാണുമ്പോൾ തോന്നും, എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത്രയധികം ഈ മെഡിക്കൽ പ്രൊഫഷനിലുള്ളവരെ എഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ലൈക്ക് ഇപ്പൊ നമ്മുടെ റീസെന്റ് വന്നൊരു ന്യൂസ് ആയിരുന്നു, ഒരു കുട്ടി സൂയിസൈഡ് ചെയ്ത ഒരു കാര്യം അല്ലെ. ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്. സോ
സോ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഈ മെഡിക്കൽ പ്രൊഫഷനിൽ ഉള്ള സ്റ്റുഡൻസ് ഓക്കെ അവര് നല്ല പ്രഷറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് കാരണം ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ എല്ലാ മാസവും അവർക്ക് എങ്ങനെ പോയാലും ഒരു എക്സാം എന്തായാലും ഉണ്ടാവും. അപ്പൊ ബേസിക്കലി ഒന്നെങ്കിൽ നമ്മൾ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യായിരിക്കും, അല്ലെങ്കിൽ ഒരു എക്സാം എഴുതുകയായിരിക്കും, അതല്ലെങ്കിൽ അടുത്ത എക്സാമിനുള്ള പ്രിപ്പറേഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനത്തെ ഒരു സൈക്കിളിൽ കൂടെയാണ് എല്ലാ മെഡിക്കൽ സ്റ്റുഡൻസും ഏകദേശം പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അവർക്ക് ചിലവർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റി എന്നുണ്ടാവില്ല പ്രഷർ. അപ്പോ അവർക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന അവരുടെ പേരൻസ് ആൻഡ് ഫ്രണ്ട്സ് എല്ലാവരുമാണ്. ചില കുട്ടികൾക്ക് അതും ഷെയർ ചെയ്യാൻ പറ്റാത്ത കുട്ടികളും ഉണ്ടാകും. അപ്പൊ അവര് ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് കൊണ്ട് കാര്യമില്ല. ഇപ്പൊ നമ്മുടെ കാര്യം പറയുകയാണെങ്കിൽ നിയർലി ഞാൻ പറഞ്ഞല്ലോ 3 ഇന്റേണൽസ് കഴിഞ്ഞു. ഇതിന്റെ ഇടയിൽ കുറെ ഷോർട്ട് എക്സാംസും ഇവർ നടത്തിയിട്ടുണ്ട്. സോ ബേസിക്കലി നമ്മൾ ഫുള്ളി പാക്ഡ് ആണ്. മൊത്തത്തോടെ എക്സാംസ്, ഒന്നെങ്കിൽ എക്സാം തിയറി എക്സാം അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സാം, ഇങ്ങനെ ഇതിന്റെ ഇടയിൽ നമ്മൾ ഷട്ടിൽ ചെയ്തുകൊണ്ട് കളിക്കുകയാണ്. ഇതിന്റെ ഇടയിലാണ് നമ്മൾ ചെറിയ 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 എന്റർടൈൻമെന്റ്സ് ഒക്കെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ പുറത്ത് പോവുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ടൂർ പോവുക. ഇതൊക്കെ നമ്മൾ ഇതിന്റെ ഇടയിൽ കണ്ടെത്തുന്ന ടൈം കൊണ്ട് ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെയാണ്. അപ്പോ എത്ര പേർക്ക് അത് മനസ്സിലാവും എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് കണ്ടു കഴിയുമ്പോൾ ആദ്യം തന്നെ പറയാ എങ്ങനെയാണ് ഈ കുട്ടി ഇങ്ങനെ ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക, ഇനി ഫ്യൂച്ചറിൽ എങ്ങനെയാണ് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുക, ഇങ്ങനത്തെ ഒരു കമന്റ്സും അതേപോലെ തന്നെ ആ കുട്ടി ചിലപ്പോ വേറെ എന്തെങ്കിലും എഫ്ഐആറിൽ പെട്ടതായിരിക്കും, അതുകൊണ്ട് എവിടെയെങ്കിലും അങ്ങനെ ആ ആളുടെ കൂടെ പോയതായിരിക്കും എന്നൊക്കെ കമന്റ് കേൾക്കുമ്പോൾ ഇറ്റ് ഹേർട്സ് എ ലോട്ട് ആക്ച്വലി. സോ അതായിരുന്നു. അപ്പൊ ലാസ്റ്റ് ഒരു 1.5 months ആയിട്ട് നമുക്ക് മോഡൽ എക്സാം ആയിരുന്നു. അപ്പൊ നമ്മുടെ റുട്ടീൻ എന്ന് വെച്ചാൽ പോക, എക്സാം എഴുതാ, തിരിച്ചു വരിക, ഉറങ്ങുക, ജസ്റ്റ് ഒന്ന് ഉറങ്ങുക, വീണ്ടും എഗെയിൻ നെക്സ്റ്റ് എക്സാമിന് വേണ്ടി പഠിക്കുക. ആ ഒരു റുട്ടീനിലായിരുന്നു പൊക്കോണ്ടിരുന്നത്. ആൻഡ് എനിക്കറിയായിരുന്നു ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ നമ്മുടെ റീനീറ്റ് വന്നു. അതിലൊക്കെ എനിക്ക് വീഡിയോ ഇടണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല ബിക്കോസ് ഓഫ് ദിസ്. അത് കഴിഞ്ഞപ്പോൾ തിയറിയുടെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ എക്സാം സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഇൻ ബിറ്റ്വീൻ എനിക്ക് അതിനിടയിൽ വയ്യാണ്ടായി, നല്ലൊരു ഫീവർ ഒക്കെ പിടിച്ചു. സോ ഇനി ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാം സ്റ്റാർട്ട് ചെയ്യുക August 5-നാണ്. അപ്പോൾ അതിന്റെ ഇടയിൽ ഈ ഒരു ടൈം പീരീഡ് എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റഡി ലീവ് ആണ്. അപ്പോൾ ഐ ഹോപ്പ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇനിയും വീഡിയോസ് ഇടാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇനി ഇടാൻ പറ്റുക എക്സാംസ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും. കാരണം അത്ര പാക്ഡ് ആയിട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. നമുക്ക് ഓരോ എക്സാമിന്റെ ഇടയിൽ ഒരു ദിവസം ഒരു ദിവസം മാക്സിമം 2 ദിവസം അത്രയാണ് നമുക്ക് ലീവ് കിട്ടുന്നുള്ളൂ ഓരോ എക്സാംസിന്റെ ഇടയിൽ. സോ അത് ഭയങ്കര ടൈറ്റ്ലി പാക്ഡ് ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ബിറ്റ്വീൻ നീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് വന്നു കഴിഞ്ഞാൽ ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് ഐ വിൽ അപ്ഡേറ്റ് യു ഓൾസോ. അപ്പോ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. എന്റെ സൈഡിൽ നിന്ന് ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് നിങ്ങൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇനി നിങ്ങൾക്ക് എന്ത് വീഡിയോസ് വേണം എന്ന് കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. സോ ഐ വിൽ ഡു ദാറ്റ് അക്കോർഡിംഗ്ലി. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, സി യു സൂൺ.